തുടങ്ങാം. കോൺഗ്രസിന് അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. അന്തസ് ആരാ ഈ പറയുന്നേ? രാഹുൽ ഉഡായിപ്പ്, ക്രിമിനല്, അങ്ങർക്ക് MLA സ്ഥാനത്തിനോ ജനപ്രതിനിധി സ്ഥാനത്തിനോ ഒന്നും അർഹതയില്ല. ഒക്കെ ഇരിക്കട്ടെ, നമ്മളാര് എന്റെ ഫോട്ടോ ഇപ്പോഴും താണ്ട സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നു. സരിത ചേച്ചിയെ ഇപ്പൊ വിളിക്കാറൊക്കെ ഉണ്ടാ? ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാല ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. കയ്യാല ചാടിയവനെ പുറത്താക്കിയിട്ട് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഇനി കയ്യാല ചാടുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് അന്തസ്സുകേട്. പക്ഷെ കയ്യാല ചാടിയവനെയും ഇപ്പോഴും ചാടിക്കൊണ്ടിരിക്കുന്നവന്മാരെയൊക്കെ സംരക്ഷിച്ച് കൂടെ നിർത്തി മാറി പുഴുത്ത് കസേര കടിച്ചു തൂങ്ങുന്നവരുടെ അന്തസ്. ഞങ്ങളെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു കോൺഗ്രസ് നേതാവിന് ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്. തൊലി എന്തുകൊണ്ടുണ്ടാക്കിയതാ? മറ്റേതോ ഒരു പരസ്യത്തിലൊക്കെ ഒരാൾ ഇങ്ങനെ നല്ലൊരു മസിൽമാൻ ഇങ്ങനെ വലിച്ചു കീറിയിട്ടും കീറാൻ പറ്റാത്ത ഒരു ഐറ്റത്തിന്റെ ഒരു പരസ്യം കണ്ടിട്ടുണ്ട്. ആ സാധനം വല്ലതും ആണോ മേലെ കൂടെ പോയിരിക്കുന്നത്? മനുഷ്യന്റെ തൊലി അല്ലല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കാത്ത കേസിൽ അകത്തായ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസിനാണ് അയാളെ അയോഗ്യനാക്കാനുള്ള അവകാശമുള്ളത്. അത് അവരുടെ ജോലിയാണെന്നാണ് എല്ലാ സ്വഭാവ ഗുണങ്ങളും കൊണ്ട് സദ്ഗുണ സമ്പന്നനായ സൽ സ്വഭാവിയും സുശീലനുമായിട്ടുള്ള ഗണേശൻ മന്ത്രി പറയുന്നു. പിന്നെ ഇങ്ങനെ നിന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിക്കുന്നത് നല്ലതാ. പഴയ കാര്യങ്ങളൊക്കെ ആരെങ്കിലും അബദ്ധവശാൽ സാധ്യതയില്ല മറന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് ഓർമ്മിക്കാമല്ലോ. മുഖത്തെ പാടൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ലല്ലേ അണ്ണാ? ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്തിനെ പറ്റിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതല്ലേ? നമ്മൾ പ്രസംഗിക്കുന്നതിന്റെ ആശയത്തിൽ പൂർവകാല സ്മരണകൾ എന്നും ഒരാൾക്ക് ആഭരണമാണെന്ന്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. അങ്ങനെയാ കഴപ്പങ്ങ് തീർന്നു കിട്ടി. ബൈ ബൈ, സീ യു ബേബി.